ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. ഞാൻ പേടിക്കയില്ല. എബ്രായർ 13 അധ്യായത്തിൻ്റെ 6 വാക്യം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. മനുഷ്യൻ അവൻ്റെ ജീവചക്രത്തിൻ്റെ ഏത് ഘട്ടത്തിലും തുണ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവനാണ്. ഒരു ജീവിക്കും ഒരു മനുഷ്യ ശിശുവിനെ പോലെ സംരക്ഷണം കൊടുക്കേണ്ടതില്ല. യൗവനത്തിൽ അവനെ നേർവഴി കാട്ടുവാൻ, തിന്മ തിരഞ്ഞെടുക്കാതെ നന്മ തിരഞ്ഞെടുക്കുവാൻ മാർഗനിർദ്ദേശം നൽകുവാൻ സഹായി ആവശ്യമാണ്. എത്ര ധനാഢ്യനായാലും അവന് മറ്റാരെയും കൂടാതെ എന്നും ജീവിക്കാൻ ആകില്ല. വാർദ്ധക്യത്തിലെ കാര്യം പറയുകയും വേണ്ട. ഈ വാക്യം ആവർത്തനം 31:6 അല്ലെങ്കിൽ യോശുവ 1:5 ഉദ്ധരണിയാണ്. ഈ വാക്യത്തിൽ 3 കാര്യങ്ങളാണ് എടുത്തു പറയുവാൻ കഴിയുന്നത്. 1 ഒരു കാരണം, 2 ഒരു കാര്യം, 3 ഒരു യാഥാർത്ഥ്യം. കാരണം, കർത്താവ് എനിക്ക് തുണ. ഈ കാരണത്താലാണ് ഈ വാക്യത്തിലെ മറ്റു മുഴുവൻ കാര്യങ്ങളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. കർത്താവ് എൻ്റെ തുണ. ഇത് വ്യക്തിപരമായ ഒരു പ്രഖ്യാപനമാണ്. ഈ സത്യം കൂടാതെ ഒന്നും പ്രവർത്തിക്കുകയില്ല. നമുക്ക് ആദ്യം വേണ്ടത് ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കുക എന്നതാണ്. ഈ കാരണം അടുത്ത പടിയിലേക്ക് നമ്മെ ഉയർത്തുന്നത്. ദൈവം നിങ്ങളുടെ സഹായകനായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന പലതുമുണ്ട്. ഭയത്തിൻ്റെ മുഖത്ത് നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായം നമ്മെ തന്നെ ഓർപ്പിക്കണം. പലപ്പോഴും ഭയപ്പെടുവാൻ കാരണം ഈ ഓർമ്മയില്ലാത്തതാണ്. ഈ ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ വ്യാകുലത നമുക്കുണ്ടാകും. ഇനി യാഥാർത്ഥ്യം എന്താണ്? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? താൽക്കാലികമായും നിത്യതയോട് ബന്ധപ്പെടുത്തിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യന് നിങ്ങളോട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നല്ല. നിങ്ങളുടെ ജോലി കളയാനാകും, ഭൗതികമായ സകലതും നശിപ്പിക്കാനും നിങ്ങളുടെ ജീവൻ എടുക്കുവാൻ കഴിയും. ശരീരം എന്നാൽ നിങ്ങളുടെ ക്ഷമയെയോ സന്തോഷത്തെയോ എടുക്കുവാൻ കഴിയില്ല. ഭൂമിയിലെ സകല സമ്പത്തും എടുത്താലും സ്വർഗത്തിലെ ധനം കവർന്നെടുക്കാനാകില്ല. നിങ്ങളുടെ ജോലി കളഞ്ഞാലും ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് അത് തടയാൻ ആകില്ല. ശരീരം വിട്ടാൽ നിങ്ങൾ ദൈവത്തോട് കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവ് എൻ്റെ തുണ, കർത്താവ് എനിക്ക് സഹായകനാണ്. ഒരിക്കലും ഞാൻ പേടിക്കയില്ല എന്ന് മാത്രം പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. കർത്താവ് എൻ്റെ തുണ, അതുകൊണ്ട് ഞാൻ പേടിക്കയില്ല എന്ന് വേണം നമ്മൾക്ക് പറയുവാൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.